2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 എന്നതിൻ്റെ വർഗ്ഗമൂലം കാണുക. വർഗ്ഗമൂലം പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. അപ്പം നമുക്ക് ഈ തന്നതിൻ്റെ വർഗ്ഗമൂലം കാണണം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണണം. ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതിനെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതണം. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഈ തന്നതിനെ അഭാജ്യ ഘടകങ്ങളാക്കണം, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് ഈ തന്നത് മുഴുവൻ അഭാജ്യ സംഖ്യകളായിട്ട് എഴുതണം, പ്രൈം നമ്പേഴ്സായിട്ട് എഴുതണം. എന്താണ് അഭാജ്യ സംഖ്യ പറഞ്ഞാൽ? അഭാജ്യ സംഖ്യ പറഞ്ഞാൽ ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ളതാണ് അഭാജ്യ സംഖ്യ. നമുക്ക് ഈ അഭാജ്യ സംഖ്യ എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഞാനതിൻ്റെ ലിങ്ക് കൂടെ തരാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 അഭാജ്യ സംഖ്യയാണ്, 5 അഭാജ്യ സംഖ്യയാണ്, 7 അഭാജ്യ സംഖ്യയാണ്, പിന്നെ 2, 5, 7 ഇതെല്ലാം. ഇപ്പോൾ ഈ 2, 5, 7 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. പക്ഷേ 4 പ്രൈം നമ്പറല്ല. കാരണം ഈ 2നെ 1 ഇൻറ്റു 2 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, 5നെ 1 ഇൻറ്റു 5, 7നെ 1 ഇൻറ്റു 7. പക്ഷേ 4നെ 1 ഇൻറ്റു 4 മാത്രമല്ല, 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ മാത്രം എഴുതാൻ പറ്റുന്നതൊക്കെ അഭാജ്യ സംഖ്യകൾ. ഇതല്ലാതെ വേറെ രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ? 4നെ 1 ഇൻറ്റു 4 അല്ലാണ്ട് 2 ഇൻറ്റു 2 എഴുതാം. അതുകൊണ്ട് 4 പ്രൈം അല്ല. 4നെ നമ്മൾ പ്രൈം ആക്കണം, അഭാജ്യ സംഖ്യ ആക്കണം. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു ഈ 4ന് പകരം 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ 2 പ്രൈം ആണല്ലോ അല്ലേ, 2 അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 4 പകരം 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഇനി നമുക്കിതിനെ ജോഡികളാക്കി എഴുതാം. അതായത് ഈ 2ഉം ഈ 2ഉം ചേർത്ത് ഒരു 2 സ്ക്വയറായി, ഈ 5ഉം ഈ 5ഉം ചേർത്ത് ഒരു 5 സ്ക്വയറായി, ഇൻറ്റു ഈ 7ഉം 7ഉം ചേർത്ത് 7 സ്ക്വയറായി, ഇൻറ്റു പിന്നെ ഇവിടെ 2 സ്ക്വയർ ഉണ്ട് ഇനി. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ എഴുതി, 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. ഇനി നമുക്ക് എന്ത് കാണണം? ചോദ്യത്തിൽ വർഗ്ഗമൂലം കാണണം. വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണാൻ ഇത് കൃത്യംഗ രൂപത്തിൽ തന്നിരിക്കുകയാണ്. കൃത്യംഗ രൂപത്തിലുള്ളതിൻ്റെ വർഗ്ഗമൂലം കാണാൻ നമ്മൾ കൃതികളാണ് ഒഴിവാക്കുക. ഈ കൃതികൾ പറഞ്ഞാൽ മുകളിലത്തെ സംഖ്യകൾ ഒഴിവാക്കുക. കൃതികൾ ഒഴിവാക്കി പാദസംഖ്യകൾ ഗുണിക്കുക. പാദസംഖ്യ പറഞ്ഞാൽ താഴെയുള്ള സംഖ്യകൾ, ഈ വലുതാക്കി എഴുതിയ സംഖ്യകൾ, ആ സംഖ്യകൾ ഗുണിച്ചാൽ മതി. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 2, 5 10, 10 ഇൻറ്റു 7 70 ഇൻറ്റു 2, ഉത്തരം 140. ഇപ്പോൾ വാച്ചിൽ 12 മണി. ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? ഇപ്പോൾ സമയം 12 മണിയാണ്. 12 12:15 എത്ര സെക്കൻഡ് കഴിയണം എന്ന്. 12 12:15 എത്ര സെക്കൻഡ് കഴിയണം? നമുക്കറിയാം 12 12:15 15 മിനിറ്റാണ് കഴിയേണ്ടത് അല്ലേ? 12 12:15 15 മിനിറ്റ് കഴിയണം. പക്ഷേ എത്ര സെക്കൻഡാണ്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡാണല്ലോ അല്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 15 മിനിറ്റ് എന്താ? 15 മിനിറ്റ് 15 ഇൻറ്റു 60 ഗുണിക്കുമ്പോൾ 15 6 90 ഒരു 0 900 സെക്കൻഡ്. അപ്പോൾ 12 12:15 എത്ര സമയം കഴിയണം? 900 സെക്കൻഡ് കഴിയണം. x/y = 4:3, y/z = 6:5 ആയാൽ x/z എത്ര? നമുക്ക് ആദ്യം ഈ തന്നത് എഴുതാം. x/y എത്ര? 4:3. x/y 4:3 ആണെങ്കിൽ നമുക്കിതിനെ x/y എന്ന് എഴുതുമ്പോൾ 4/3 എന്ന് എഴുതാം. അതുപോലെ y/z 6:5, y/z 6:5. അപ്പോൾ y/z എന്ത് വരും? 6/5. അപ്പം നമുക്ക് ഇതൊരു സമവാക്യം കിട്ടി, ഇവിടെ ഒരു സമവാക്യം കിട്ടി. ഈ 2 സമവാക്യത്തിൻ്റെയും ഇടതുവശങ്ങൾ ഗുണിക്കുക. ഈ സമവാക്യത്തിൻ്റെ ഇടതുവശവും ഈ സമവാക്യത്തിൻ്റെ ഇടതുവശവും 2 LHS 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഗുണിക്കുക. അപ്പോൾ x/y ഇൻറ്റു y/z സമം ഈ 2 സമവാക്യത്തിൻ്റെയും വലതുവശങ്ങൾ ഗുണിക്കുക. എന്താ ഇവിടെ എത്ര? 4/3 ഇൻറ്റു ഇവിടെ എത്ര? 6/5. നമ്മൾ ഗുണിക്കുമ്പോൾ ഇതിലെ ഈ വൈയും വെട്ടിപ്പോയാൽ എന്ത് വരും? x/z എന്ന് വരും. സമം ഇതിൽ നമുക്ക് ഈ 3ഉം 6ഉം കൂടി ഹരിക്കുമ്പോൾ 2 3 6 3 2 എഴുതാം. 3ഉം 6ഉം വെട്ടി ചുരുക്കുക അല്ലെങ്കിൽ ഹരിക്കുക. അപ്പോൾ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു 4 ഉണ്ട് ഇൻറ്റു ഇവിടെ 2/5 എന്ന് വരും. ഈ 3 വെട്ടിപ്പോയി. അപ്പോൾ 4 ഇൻറ്റു 2/5 ഗുണിക്കുമ്പോൾ 4 2 8/5 എന്ന് വരും. ഇത് x/z 8/5. അപ്പോൾ x/z 8:5. 1.25 കുറയ്ക്കണം 0.25 ഹോൾ ഡിവൈഡഡ് ബൈ 1.25 കൂട്ടണം 0.75. ഇതിൻ്റെ വില കാണണം. നമുക്ക് ആദ്യം ഈ അംശം, അതായത് ന്യൂമറേറ്ററിലത്തെ സംഖ്യകൾ കുറയ്ക്കാം. 1.25 0.25 കുറയ്ക്കാം. 1.25 0.25 കുറയ്ക്കുക. ഇത് 1.25, ഇത് 4. 1.25 4 പോയാൽ 1 വരും. 1.25 4 പോയാൽ 1. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നോക്കൂ.
5 നിന്ന് 5 കുറച്ചാൽ 0, 2 നിന്ന് 2 കുറച്ചാൽ 0, ദശാംശം അതുപോലെ ഇട്ടു, 1 നിന്ന് 0 കുറച്ചാൽ 1, ഉത്തരം 1 എന്ന് കിട്ടി. നമ്മൾ അംശങ്ങൾ കുറച്ചു. ഛേദങ്ങൾ പരസ്പരം കൂട്ടുക. 1.25ഉം 0.75 കൂടി കൂട്ടുക. ഇത് 1/4, ഇത് 3/4. 1.25 പറഞ്ഞാൽ 1/4, 0.7 പറഞ്ഞാൽ 5 പറഞ്ഞാൽ 3/4. അപ്പോൾ 1/4ഉം 3/4ഉം കൂട്ടിയാൽ 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ കൂട്ടി നോക്കൂ എഴുതിയിട്ട്. 5 5 10 ശിഷ്ടം 1, 1 8 2 10 ശിഷ്ടം 1, ദശാംശം ഇട്ടു, ആ ശിഷ്ടം 1ഉം 1ഉം കൂട്ടിയപ്പോൾ 2, 2.00 പറഞ്ഞാൽ 2. അപ്പോൾ നമ്മൾ അംശങ്ങൾ കുറച്ച് കണ്ടുപിടിച്ചു, ഛേദങ്ങൾ കൂട്ടി കണ്ടുപിടിച്ചു. ഇനി ഇതിൽ വില കൊടുക്കുമ്പോൾ അംശങ്ങൾ കുറച്ചത് മുകളിൽ എഴുതുക. എത്രയാണ് ഉത്തരം? 1/, ഛേദങ്ങൾ കൂട്ടിയത് അടിയിൽ എഴുതുക. എത്രയാണ്? 2. ഉത്തരം 1/2 എന്ന് വരും. ഈ 1/2 പറഞ്ഞാൽ അരയാണ് അല്ലേ? 1/2 പറഞ്ഞാൽ അര, അതായത് ഉത്തരം 0.5. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ചുറ്റളവ് പറഞ്ഞാൽ പെരിമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 12.9. നമ്മൾ എന്താ അതിൻ്റെ കാണേണ്ടത്? അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണുക. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൂത്രവാക്യം എഴുതുക. സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 3a എന്ന് പറഞ്ഞാൽ വശം. അതായത് സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വശത്തിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ വശത്തിനെ 3 കൊണ്ട് ഗുണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് എത്രയാണ്? 12.9. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3a സമം 12.9 എന്ന് എഴുതാം. ഈ 3a എന്ന് പറഞ്ഞാൽ 3 × a ആണ്. അപ്പോൾ 3 × a 12.9 ആണെങ്കിൽ a എങ്ങനെ കാണുക? × 3 സമത്തിൻ്റെ വലത്തോട്ട് കൊടുക്കുമ്പോൾ ഹരിക്കണം 3 എന്നാവും. വിപരീതക്രിയവും ഇൻറ്റു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ബൈ എന്നാവും. ഇത് ഹരിക്കുക. 12 3 4 3 12 ശിഷ്ടം. പിന്നെ അപ്പുറത്ത് ദശാംശമായി, പിന്നെ അപ്പുറത്ത് 9 ഉണ്ട്. 9 3 3 9. അപ്പോൾ വശം എത്രയാണ്? ഉത്തരം 4.3 സെൻറ്റിമീറ്റർ. 1.1 × 1.11ൻ്റെ വില എത്ര? നമുക്കിത് ഗുണിച്ച് ഉത്തരം കാണണം. നമ്മൾ അതിനാദ്യം ചെയ്യേണ്ടത് ഇതിലത്തെ ദശാംശം കളയുക. അപ്പോൾ എന്താവും? 11 × 111 വരും. അത് ആദ്യം ഗുണിക്കുക. 111ഉം 11ഉം കൂടി ഗുണിക്കുക. നമുക്ക് 11 കൊണ്ട് ഒന്നിച്ച് ഗുണിക്കാം. 11 1 11, 11 1 ഇവിടെ ഇട്ടു, ശിഷ്ടം 1. പിന്നെയും 11 1 11ഉം ഈ ശിഷ്ടം 1 കൂട്ടി 12ൽ 2 ഇവിടെ ഇട്ടു, ശിഷ്ടം 1. വീണ്ടും 11 × 1 11, ആ ശിഷ്ടം 1 കൂട്ടി 12. 111നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1221 എന്ന് കിട്ടും. ഇനി നമ്മൾ ദശാംശം ഒഴിവാക്കിയിട്ടുണ്ട്. ആ ദശാംശം ഈ ഉത്തരത്തിൽ എഴുതണം. അതായത് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് വലതുവശത്ത് എത്ര അക്കമുണ്ട്? 1 അക്കം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് വലതുവശത്ത് എത്ര അക്കമുണ്ട്? 2 അക്കം. അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 1 അക്കവും ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കവും. ഈ 1ഉം 2ഉം കൂടി കൂട്ടുക. 1 2 3. എന്നിട്ട് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 അക്കം വരണം. അതാണ് 1.221. അപ്പോൾ പോയിൻ്റ് ഇവിടെ ഇട്ട് എന്തായി? 3 അക്കമുണ്ട് ദശാംശത്തിൻ്റെ വലതുവശത്ത്. ഉത്തരം 1.221.